അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ നമ്മളിന്ന് പൂളിലേക്കാണ് വരണേന്നുള്ളത്. അതാണ് കേട്ടോ ഇൻഫിനിറ്റി പൂൾ. അപ്പൊ നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ രാവിലെ വന്നതുകൊണ്ട് തീരെ തിരക്കില്ല എന്ന് ഞാൻ പറയുന്നില്ല. നല്ല തിരക്കുണ്ട് അപ്പുറത്ത്. പക്ഷെ ഞാൻ ഷൂട്ട് ചെയ്യുന്ന കാരണം എല്ലാവരും മാന്യമായി ഒഴിഞ്ഞു തന്നതാണെന്ന് വേണം പറയാനായിട്ട്. ആ ഭാഗത്തേക്ക് നല്ല തിരക്കുണ്ട്. എനിക്ക് വേണ്ടി ഇത്രയും ഒഴിഞ്ഞു തന്നതാണ് കേട്ടോ. പിന്നെ ഞാൻ ഇട്ടിരിക്കുന്നത് ബ്ലിസ് ക്ലബിന്റെ സ്വിംസ്യൂട്ടാണ്. അടിപൊളിയാണ് കേട്ടോ, ഭയങ്കര സൂപ്പറാ. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ഉടുപ്പാ. അത് കണ്ടോ, താഴേക്ക് ഷോർട്ട്സ് അറ്റാച്ച്ഡ് ആണ്, എല്ലാം അറ്റാച്ച്ഡാ, ബ്രായും അറ്റാച്ച്ഡാ. അടിപൊളിയായിട്ടുണ്ട്. ഞാൻ കിട്ടിയ ആ സമയത്ത് ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കിയതാണ്, പിന്നെ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. എന്നുവെച്ചാൽ ഇട്ടിട്ട് പൂളിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഇത് അടിപൊളിയാണോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നീന്താൻ അറിയാത്തതിന്റെ കുറവ് ഞാൻ നല്ലോണം മനസ്സിലാക്കുന്നു. ഭയങ്കര കഷ്ടമായി ശരിക്കും. ഈ വെക്കേഷന് ഞാനും ഇമ്മക്കുട്ടിയും കൂടെ നീന്തൽ പഠിക്കാൻ പോകാൻ നിന്നത്. ഇമ്മക്കുട്ടിക്ക് അറിയാം കേട്ടോ, പിന്നെ അന്ന് ഗോവയിലുണ്ടായിരുന്നപ്പോൾ പഠിച്ചതിന്. പക്ഷെ അത് നടന്നില്ല. ഇനി ഞാൻ ഇത്തവണ എന്തായാലും എനിക്ക് പോകണമെന്നുണ്ട്. ഞാനും ഇമ്മക്കുട്ടിയും കൂടെ പോയി ഒരു അത്യാവശ്യം ഈ പൂളിൽ വന്നാലെങ്കിലും നീന്താൻ പറ്റുന്ന രീതിയിൽ. അമ്മ എന്താ അടിപൊളിയായിട്ടോ നീന്തണ്ടെന്ന് അറിയോ. അമ്മ പറയണം, അമ്മ ചെറുപ്പത്തിൽ നീന്തിയതാ, പിന്നെ അങ്ങനെ ഓർമ്മയൊന്നുമില്ല നീന്തിയതായിട്ട്. പിന്നെ അങ്ങനെ പൂളിലേക്കൊന്നും പോയാലും അങ്ങനെ ഇറങ്ങണമെന്നില്ല. പൂളിലേക്ക് അങ്ങനെ പോയിട്ടില്ല, ജസ്റ്റ് കാല് നനച്ചിരിക്കും, അങ്ങനെയുള്ളൂ. അവിടെ നമ്മുടെ ഫ്ലാറ്റിലുണ്ടായിരുന്നല്ലോ. അപ്പൊ ഇവിടെ എന്നിട്ട് അമ്മ ഇട്ട് ചടപ്പടേന്ന് നീന്തലും എല്ലാവരുടെ ഒപ്പം. എന്റെ അനിയനും നീന്തു കേട്ടോ, അവനും പഠിച്ചിട്ടുള്ളതാ. ഞാൻ മാത്രം നീന്തൽ അറിയാത്തൊരു ജീവി ഇവിടെ ഇങ്ങനെ ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രം വന്നിരിക്കുന്നത്. അങ്ങനെ അതായത് അടിപൊളി പൂളാ, ഇൻഫിനിറ്റി പൂളാണ്, സൂപ്പർ ലുക്കാണ്. അപ്പൊ ഞാൻ ഇനി അധികം സംസാരിക്കില്ല, കാരണം ബാക്കിയുള്ളവർക്ക് അതൊരു ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് നമുക്ക് നിർത്താം അവിടെ. ഞാൻ കുറച്ചു നേരം അച്ചാരം നടന്ന് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട് നമ്മൾ സ്വിമ്മിങ് ഒക്കെ കഴിഞ്ഞ് വന്നു. ഇന്നലെ മേടിച്ച മുട്ട വേവിക്കാൻ വെച്ചിട്ടുണ്ട്. 2 മുട്ട എനിക്ക്, 2 മുട്ട അനിയന്, അങ്ങനെ 4 മുട്ട. അമ്മയ്ക്ക് വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ ഇത് നമ്മൾ 8 മിനിറ്റിന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് അടിപൊളിയായിട്ടുണ്ട്. ഇത് 2 സ്റ്റവ് ഉണ്ട്, സൈമൾട്ടേനിയസ്ലി നമുക്ക് 2 പാത്രം വെക്കാം. സ്പാച്ചുലൊക്കെ കണ്ടോ, എന്ത് അടിപൊളിയല്ലേ. അപ്പൊ ഞാൻ ഈ പാൻസും ഈ ടോപ്പാണ് ഒരു പ്രശ്നം. ഇതാണ് ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിങ്ങനെ കാണുമ്പോൾ ശരിയാണ്, ബാക്ക്ലെസ് ഒക്കെയാണ്. പക്ഷെ ഇതിന്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ കൂടെ ഷർട്ട് ഇടാം. അപ്പൊ അമ്പലത്തിൽ പോകുമ്പോൾ ഞാൻ വിചാരിക്കണത് ഷർട്ടായിട്ട് തന്നെ ഇടാം. എന്നുവെച്ചാൽ ഇതിന് ബട്ടൺ ഇല്ല, പക്ഷെ സാരില്ല, നമുക്ക് സൂചി കുത്തിയിട്ട് സെറ്റ് ആക്കാം എന്നുള്ള രീതിയിലാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇത് രണ്ടും ആയിട്ട് പെയർ ചെയ്യാലോ. അപ്പൊ നമുക്ക് 2 ഔട്ട്ഫിറ്റിന്റെ പിക്ചർ എന്നുള്ള രീതിയിൽ കിട്ടും. പിന്നെ നമ്മൾ വാഷിംഗ് മെഷീനിൽ തുണി ഇട്ടു. എത്ര മിനിറ്റ്? 2 മിനിറ്റ് മതിയോ തീരാൻ? എന്തായാലും ഇട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട്, നോക്കാം നമുക്ക്. മുട്ട സെറ്റ് ആയിട്ടുണ്ട്. ഞങ്ങളുടെ ഡെയിലി പ്രോട്ടീൻ. ഇന്നലെ എന്നെ വിഷമത്തിലായിരുന്നു. എന്റെ അനിയനും ജിമ്മിൽ പോണ്ടേ, അവനെ ഞാൻ പറഞ്ഞ് മുന്നേ പോയിരുന്ന കേട്ടോ. എന്നിട്ട് മടിയായിട്ട് നിർത്തി. അതുകൊണ്ട് നന്നായിട്ട് വണ്ണം വെച്ചു. അപ്പൊ അവനും എന്റെ അടുത്ത് ജിമ്മിൽ തന്നെയാ. പക്ഷെ എന്താന്ന് വെച്ചാൽ അവൻ ബാംഗ്ലൂർക്ക് പോകുമ്പോഴും അവിടെ സെയിം ചെയിൻ ഓഫ് ജിം ഉണ്ട്, അങ്ങനെ നോക്കി എടുത്തതാ. അത് എന്റെ ജിമ്മിൽ തന്നെ ചേർന്നേ. എന്റെ ജിമ്മിലത്തെ ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്റർനാഷണൽ ആണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് 1 വർഷത്തേക്ക് മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ വേറെ എവിടേക്കെങ്കിലും പോവുകയാണെങ്കിൽ അവിടെ ഈ ജിം ഉണ്ടെങ്കിൽ അത് നമുക്ക് അവിടെ കണ്ടിന്യൂ ചെയ്യാം. അങ്ങനെ ഒരു ഗുണമുണ്ട് കേട്ടോ. ബ്രെഡ് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഞാൻ ടോസ്റ്റ് ചെയ്യാവുന്ന ബ്രെഡ് ചില്ലാൻ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട്. അങ്ങനെ നമ്മൾ റെഡിയായി ഇറങ്ങാണ്. അപ്പോൾ ഈ വണ്ടിയിലാണ് കേട്ടോ കൊണ്ടുപോകുന്നത്. ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ, നല്ല പച്ചപ്പുള്ള സ്ഥലമാണ് കേട്ടോ. ഞാൻ ആദ്യം വിചാരിച്ച ബിൽഡിങ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെയല്ല, ബിൽഡിങ്സും ഉണ്ട്, പച്ചപ്പും ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കൊണ്ടുപോകുന്നത് കേബിൾ കാറിൻ്റെ അതിന് വേണ്ടിയിട്ടാണ്, ആ ട്രാവലിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ പോണേക്കാട്ടിന് മുന്നേ ഇത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോളാൻ പറഞ്ഞിട്ടാണ് നമ്മളെ കയറ്റിയത്. പക്ഷെ നമ്മൾ ഓൾറെഡി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച കാരണം നമ്മൾ ലഞ്ച് ഓർഡർ ചെയ്തു കേട്ടോ. അതിപ്പോൾ ഇവിടുത്തെ സ്പെഷ്യൽ ചിക്കനും റൈസും അങ്ങനെയൊക്കെയാണ് ഓർഡർ ചെയ്തത്. അങ്ങനെ അത് കഴിച്ചു. അപ്പോൾ ഇതൊരു വലിയ മോളാണ്. അപ്പോൾ ഈ മോളിൻ്റെ ഏറ്റവും മുകളിലത്തെ ഭാഗത്താണ് ഈ കേബിൾ കാർ ഉള്ളത്. അപ്പോൾ നമ്മൾ അവിടേക്ക് പോയി. അപ്പോൾ നമ്മൾ ഇത് ഓരോന്നടുത്തെത്തുമ്പോൾ നമ്മളിതിലേക്ക് ഓടിക്കയറും കേട്ടോ. അങ്ങനെ ഞാൻ കയറി. അടിപൊളിയായിട്ടുണ്ട്, നല്ല രസമാണ് കാണാനായിട്ട്. ഒരുപാട് ഉയരത്തിലല്ലേ. നമ്മളിങ്ങനത്തെ മലമ്പുഴയിൽ റോപ്പ് വേയിൽ പോയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഒരുപാട് ഉയരത്തിൽ പോകും. അപ്പോൾ നമുക്കിങ്ങനെ താഴേക്ക് നോക്കുമ്പോൾ ഇങ്ങനെ കുറേ പച്ചപ്പും ഒരുപാട് വലിയ വലിയ ബിൽഡിങ്സും. ഇവിടെ തന്നെ ഒരു തീം പാർക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ അത് അങ്ങനെയൊക്കെ ഇങ്ങനെ നമുക്ക് ഇത്രയും ഉയരത്തുനിന്ന് കാണുമ്പോൾ ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിട്ട് തോന്നി കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. കൊണ്ട് ഇത്രയും മുകളിൽ നിന്നാണ് കാണുന്നത്. അപ്പോൾ അടിപൊളി ഫീലിംഗ് ആണ്.
അങ്ങനെ നമ്മൾ ഈ കേബിൾ കാർ അറ്റത്തെത്തി തിരിച്ചു വന്നിട്ട് നമ്മളേതാ ഈ മോളിൻ്റെ അവിടെ ഇറക്കി. അപ്പോൾ നമ്മുടെ പ്ലാൻ എന്താ വെച്ചാൽ ഈ മോളിൽ ഫുള്ള് ചുറ്റി കറങ്ങിയിട്ട് തിരിച്ച് ഈ കേബിൾ കാറിൽ പോയിട്ട് നമ്മൾ അവിടെ ഒരു ടെമ്പിൾ ഉണ്ട്, അവിടെ പോകുന്നതാണ് പ്ലാൻ ഉള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ ആ മോളിലിങ്ങനെ അവിടെ ഇവിടെയൊക്കെ കറങ്ങി ജസ്റ്റ് കുറച്ച് മേക്കപ്പൊക്കെ നോക്കി, കുറച്ച് ഷീറ്റ് മാസ്ക് ഒക്കെ നോക്കി, അങ്ങനെ കുറച്ച് കുഞ്ഞു സാധനങ്ങളൊക്കെ മേടിച്ചു കേട്ടോ. കുറച്ച് ലിപ്സ്റ്റിക്കും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ലിപ്സ്റ്റിക് അല്ല, ലിപ് ബാമാണ് കേട്ടോ മേടിച്ചത്. ഷീറ്റ് മാസ്ക് ആണ് കൂടുതലും മേടിച്ചത്. എല്ലാം കൂടി പെറുക്കി കൂട്ടി ഉണ്ണിയുടെ ബാഗിലിട്ടു. ഉണ്ണി പിന്നെ ഇങ്ങനത്തെ ഒരു ബാഗ് കൊണ്ടുവന്നാലും കുഴപ്പമില്ല. എനിക്ക് തൊപ്പിയും കുറച്ച് കഴിഞ്ഞപ്പോൾ വേണ്ടാന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും അവൻ്റെ ബാഗിൽ തന്നെ ഇട്ടു. ഇതിപ്പോൾ നമുക്ക് തോന്നും ഏതോ റോട്ടിലൂടെയാണ് നടക്കണേന്ന്. അല്ല കേട്ടോ, ഇത് ആ മോളിൻ്റെ ഒരു ബാഗാണ്. മോളെ ആക്ച്വലി ഒരു ദിവസം ഒന്നും നടന്നാൽ തീരില്ല, അത്ര വലുതാ അത്. കുട്ടികൾക്കൊക്കെ കളിക്കാനായിട്ട് ഒരുപാടുണ്ട് കേട്ടോ ഇങ്ങനെ. അപ്പോൾ ഇവിടെയൊക്കെ ഞങ്ങൾ അധികം നിന്നൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് നോക്കി, അത്ര മാത്രമേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ വേറൊരു സൂപ്പർ മാർക്കറ്റിൽ അതിനകത്ത് തന്നെയുള്ള അവിടെയൊക്കെ ജസ്റ്റ് ഒന്ന് കറങ്ങി. പിന്നെ അവിടുത്തെ സ്പെഷ്യൽ സ്വീറ്റ് എന്താണെന്നൊന്ന് നോക്കിയിട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് ഏട്ടനും ഇമ്മക്കുട്ടിക്കും കൂടി മേടിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. രസമുണ്ട്, പക്ഷെ നമ്മുടെ അവിടത്തെക്കാട്ടിലും ഒരു പൊടിക്ക് മധുരം കുറവായിട്ട് തന്നെയാണ് കേട്ടോ തോന്നിയത്. വളരെ കളർഫുള്ളാണ്, നല്ല രസമാണ്. പിന്നെ അവരുണ്ടല്ലോ എല്ലാം ടേസ്റ്റ് ചെയ്യാൻ തരും, നമുക്ക് ഇഷ്ടമുള്ളതെടുത്ത് ടേസ്റ്റ് ചെയ്തോളാൻ പറഞ്ഞു ഹൗസ് സ്വീറ്റിൽ. പിന്നെ അതിന് ശേഷം ഞാനൊരു ജ്യൂസ് ഉണ്ണി ഓർഡർ ചെയ്തു, ഞാനും ഓർഡർ ചെയ്തു. എൻ്റെ ജ്യൂസ് ദുരന്തമായിരുന്നു. ഞാനൊരു കോക്കനട്ട് മിൽക്ക് അങ്ങനെ എന്തോ ഒരു സാധനം ഓർഡർ ചെയ്തു, എന്തായാലും ദുരന്തമായിരുന്നു. പിന്നീടാണ് ഒരു പ്രശ്നം കിട്ടിയത്. നമ്മൾ കേബിൾ കാറിൻ്റെ അവിടെ എത്തിയപ്പോൾ കേബിൾ കാർ വർക്ക് ചെയ്യുന്നില്ല. അത് നമുക്ക് മുന്നേ പോയവരിൽ നിർത്തിയത്. അപ്പം നമ്മൾ തൽക്കാലത്തേക്ക് ആ ടെമ്പിൾ പോണ വഴിക്കൊരു ടെമ്പിൾ ഉണ്ടെന്നുണ്ട്, ആ ടെമ്പിൾ വേണ്ടാന്ന് വെച്ചിട്ട് ബസ്സിൽ ഞങ്ങൾ ഇവിടേക്ക് ആക്കിയിട്ടോ. ഏതാണെന്നറിയോടാ, ഈ ടെമ്പിള് മുരുകൻ്റെ ടെമ്പിളിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ നമ്മുടെ പ്ലാനിലുണ്ടായിരുന്ന ഒരു ടെമ്പിൾ മിസ്സായിപ്പോയി. അത് പക്ഷേ ആരുടെയും കുറ്റമല്ല, അത് അങ്ങനെ കേബിൾ കാറിൽ നിന്നു അതിന് എന്ത് ചെയ്യാൻ പറ്റും. ബട്ടു കേവ്സ് അവിടെയാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഇത് മലേഷ്യയുടെ മെയിനാണ് കേട്ടോ. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കളർഫുൾ സ്റ്റെപ്സ് കാണില്ല, ഇത് കുറേ സ്റ്റെപ്സ് ഉണ്ട്, 270 മീതെ സ്റ്റെപ്സ് ഉണ്ട്. അപ്പോൾ അതൊക്കെ കയറിയിട്ട് വേണം നമുക്ക് വരാനായിട്ട്. അയ്യോ, അതൊരു ടാസ്ക് തന്നെയാണ് കേട്ടോ ഇത്രയും സ്റ്റെപ്പ് കയറുന്നത്. പക്ഷെ കുഴപ്പമില്ല, ഞാനും അമ്മയും ഉണ്ണിയൊക്കെ കയറി. അതിൽ ഏറ്റവും തളർന്നത് ഞാനാണ്. അമ്മ നല്ല അടിപൊളിയായിട്ട് ഉണ്ടായിരുന്നു, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇതിൻ്റെ വ്യൂ അടിപൊളിയാണ്. മീൻസ് നമ്മൾ ഇത്രയും സ്റ്റെപ്പ് കയറി ഇവിടെ എത്തുമ്പോൾ ഉണ്ടല്ലോ നമുക്കിങ്ങനെ ഭയങ്കര അതിശയം തോന്നുന്നത്, എങ്ങനെയാണ് ഇതിങ്ങനെ ഇങ്ങനെ ബിൽഡ് ചെയ്തെടുത്തിട്ടുള്ളത് എന്നുള്ളത് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നും കേട്ടോ. അവിടെ ഇങ്ങനെ കുറച്ച് കടകളൊക്കെ ഉണ്ട്, കുറച്ച് ഗിഫ്റ്റിനൊക്കെ വേണ്ടിയിട്ട്. അത് നമ്മളൊന്നും മേടിച്ചില്ല കേട്ടോ, കാരണം നോക്കുമ്പോൾ ഇത് തന്നെ 34 റിങ്കറ്റും അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഭയങ്കര എക്സ്പെൻസീവാണ്. പിന്നെ നമ്മൾ കൺവേർട്ട് ചെയ്യരുത് എന്ന് പറയും, പക്ഷെ നമുക്ക് കൺവേർട്ട് ചെയ്യാണ്ടിരിക്കാൻ നിവർത്തിയില്ലല്ലോ. നമ്മളെപ്പോഴും നമ്മൾ കൺവേർട്ട് ചെയ്ത് നോക്കിയിട്ടല്ല മേടിക്കുക. പിന്നെ കുറേ പേര് ഇവിടെ വന്ന് മുട്ടയൊക്കെ അടിച്ചിട്ടുണ്ട് കേട്ടോ. ഭയങ്കര രസമാണ് ഇത് കാണാനായിട്ട്, നല്ലൊരു ഫീലുമാണ്. ഞങ്ങൾ കുറച്ച് നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്തിട്ട് ഇറങ്ങിയിട്ടോ. ഇറങ്ങാൻ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല, കുറച്ചും കൂടിയൊക്കെ എളുപ്പമായിരുന്നു, കയറാനായിരുന്നു ബുദ്ധിമുട്ട്. അങ്ങനെ കണ്ടോ, വ്യൂ കണ്ടോ, എന്തൊരു അടിപൊളിയാലേ. ശോ, ഭയങ്കര കണ്ണിങ്ങനെ നിറഞ്ഞ് കാണാമെന്ന് പറയില്ല, അതുപോലെ. പിന്നെ അവിടെ താഴേക്ക് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ കുറേ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഇങ്ങനെ ചുറ്റിക്കറങ്ങി ഒക്കെ ഒന്ന് നോക്കി. പിന്നെ അവിടെ ഇങ്ങനെ ഭയങ്കര കുറേ ഇളനീര് കാണാൻ പറ്റും കേട്ടോ, നമ്മുടെ നാട്ടിലെ പോലെ തന്നെ. പക്ഷെ അവർ ഇളനീര് വെട്ടുന്നതിനൊരു വേറെ രീതിയുണ്ട്, ഒരു ഫ്ലവർ ഷേപ്പിലാണ് അതിൻ്റെ മീതെയൊക്കെ വെട്ടുക. അപ്പോൾ ഞാൻ ഇളനീര് കുടിച്ചു. എന്നിട്ട് നമുക്കത് പകുതി മുറിച്ചൊരു സ്പൂൺ തരും, എന്നിട്ട് നമ്മൾ സ്പൂണുകൊണ്ട് ഇങ്ങനെ കോരി കഴിക്കണം കേട്ടോ. അതല്ലാണ്ട് നമുക്കിതിനെ അടർത്തി തരുമൊന്നുമില്ല അവർ, നമ്മുടെ നാട്ടിൽ ചെയ്ത് തരുന്ന പോലെ. അപ്പോൾ ഞാനത് ഒരുവിധം കഷ്ടപ്പെട്ട് അതിനെ അടർത്തിയെടുത്ത് കഴിക്കുകയാണ്. ഇനിയിപ്പോൾ വേറെ ഒന്നുമില്ല കേട്ടോ. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഹോട്ടലിലേക്ക് പോവുകയാണ്. ഇന്നത്തെ പാക്കേജ് എന്ന് വെച്ചാൽ ഇന്നത്തെ ഇത് കഴിഞ്ഞു. പാക്കേജിനകത്തുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കാണാനുള്ളത്. ഇനി നമുക്ക് എക്സ്ട്രാ വേണമെങ്കിൽ അവിടെ ഹോട്ടലിൽ എത്തിയിട്ട് നമുക്ക് തനിയെ പോകാവുന്നതേ ഉള്ളൂ കേട്ടോ. പിന്നെ നോക്കണം അവിടെ എത്തിയിട്ട് എന്താ വേണ്ടത്. അങ്ങനെ നമ്മൾ ഇന്നത്തെ കറക്കൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തി. പക്ഷെ നമുക്ക് കുറച്ച് സമയമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനും എൻ്റെ അനിയനും കൂടി ഒന്ന് കറങ്ങാൻ ഇറങ്ങിയാലോ എന്ന് വിചാരിക്കുകയാണ്. അമ്മയ്ക്ക് ക്ഷീണമായി, അമ്മ കുറച്ച് നേരം കിടക്കാമെന്ന് വിചാരിക്കാം. പക്ഷെ എവിടെ പോകണമെന്ന് അറിയില്ല. അടുത്ത് എവിടെയെങ്കിലും പോകാമെന്ന് വിചാരിക്കണം. ഒന്ന് നടന്ന് എവിടെയെങ്കിലും ചെറിയ ഷോപ്പിങ്ങോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് ചെയ്തിട്ടേ. ഒന്നും എനിക്ക് കാര്യമായിട്ടൊന്നും മേടിക്കാൻ പറ്റില്ല. ഇന്ന് കുറച്ച് ഷീറ്റ് മാസ്കും പിന്നെ ഇമ്മക്കുട്ടിക്ക് നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ബ്രഷും പേസ്റ്റും അത് തന്നെ കിട്ടിയുള്ളൂ. പിന്നെ ഇമ്മക്കുട്ടിക്ക് നല്ല കളിപ്പാട്ടം മേടിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് കുറച്ച് എന്തെങ്കിലുമൊക്കെ മേടിച്ച് എല്ലാം കൂടിയിട്ട് ഒരു ഗിഫ്റ്റ് ബോക്സ് പോലെ ആക്കി ഇമ്മക്കുട്ടിക്ക് കൊടുക്കണം എന്ന് ആഗ്രഹമുണ്ട്.
അപ്പോൾ അതിനാണ് ഞാനിങ്ങനെ എന്താണ് വേണ്ടത് വെച്ചിട്ട് നമുക്ക് ഇറങ്ങി നോക്കാം. ഇവിടെ ഇങ്ങനെ വലിയ വലിയ മോൾസ്, അത് എനിക്ക് തോന്നുന്നു നാളെയോ മറ്റന്നാളൊക്കെയാന്ന് തോന്നുന്നു. കഴിഞ്ഞു കേട്ടോ, നാളെയും പിന്നെ മറ്റന്നാളിൽ നമ്മൾ ഇവിടെ നിന്ന് ചെക്കൗട്ട് ചെയ്തിട്ടാണ് പോണത്. അപ്പോൾ അതുകൊണ്ട് അധികം സമയമില്ല. അങ്ങനെ ഞാനും എൻ്റെ അനിയനും കൂടി ഇറങ്ങിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് എവിടേക്കെന്ന് അറിയാണ്ട് അമ്മയ്ക്ക് എന്തായാലും നല്ല ക്ഷീണമാണ്, കിടക്കട്ടെ എന്ന് പറഞ്ഞു. നമുക്കിവിടെ അടുത്തൊരു മോളുണ്ട്, എന്താണ് പേര്, പവലിയൻ മോൾ. അപ്പോൾ അവിടേക്ക് പോവാ. ഞാൻ ജാക്കറ്റായിട്ട് കഴിഞ്ഞ സിട്ട ടീഷർട്ടാണ് കേട്ടത്. തീരെ കളക്ഷൻ ഇല്ല എൻ്റെ കയ്യിൽ. എന്താണ് ഈ സാധനം കിട്ടിയിരിക്കുന്നത്? നേരത്തെ ഉണ്ടായിരുന്നില്ലല്ലോ. കിട്ടിയാവും മെയിൻ്റെനൻസിന് വേണ്ടിട്ടോ. അപ്പൊ ഞാൻ ജാക്കറ്റായിട്ടെല്ലാം ഇട്ട് വിചാരിച്ചിട്ട് ടീഷർട്ടായിട്ട് ജസ്റ്റ് ടോപ്പായിട്ട് ഇട്ട് നമ്മൾ ഇറങ്ങാണ്. നമുക്ക് മോളിൽ പോകണം. പറ്റിച്ച എന്തെങ്കിലും സ്ട്രീറ്റിൽ എന്തെങ്കിലും കാണുകയാണെങ്കിൽ അതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാന്ന് വിചാരിക്കാം. നോക്കട്ടെ, നമ്മുടെ മാപ്പിൽ കാണിക്കുവോ? കൊള്ളാല്ലേ? ഇന്ത്യയിലുണ്ടോന്നിക്കറിയില്ല. അല്ല, ഞാനും അവിടെ നോക്കിയപ്പോ കാണാറില്ല കേട്ടോ. പക്ഷെ ബാറ്ററി ഭയങ്കരമായിട്ട് പോകും. നല്ലതാ. അപ്പൊ നമ്മള് മോളിൽ എത്തിട്ടോ. ഇനി ഞാൻ ജസ്റ്റ് ഇങ്ങനെ കാണിക്കാം എന്തൊക്കെയാ അവിടെ ഉള്ളേന്നുള്ളത്. പവലിയൻ മോളിലാണ് കേട്ടോ നമ്മൾ വന്നിട്ടുള്ളത്. കുറെ കാണാനുണ്ട്, കുറെ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ വിചാരിക്കാം കുറച്ച് വെറൈറ്റി മേക്കപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ കുട്ടി കുട്ടി പൈസക്ക് ഉള്ളതൊക്കെ അത് മേടിക്കാം. കുഞ്ഞൂന് എന്തെങ്കിലും ഗിഫ്റ്റ്, അങ്ങനെ ഗിഫ്റ്റിന്റെ എന്തൊരു സാടാ പിന്നെ നോക്ക് പിന്നെ. അപ്പൊ അതുകൊണ്ട് നമ്മൾ നോക്കി നോക്കി മേടിക്കാച്ചിട്ടാണ്. ഇവിടെ ഇങ്ങനെ ആദ്യം കയറി ചെല്ലുമ്പോൾ ഇങ്ങനെ കുട്ടി കുട്ടി മേക്കപ്പും സ്കിൻ കെയറും ഒക്കെ കൂടിയിട്ടുള്ള കുറേ ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ ഞാൻ ജസ്റ്റ് നോക്കി. എഗെയിൻ ഈ കാൽക്കുലേഷനാണ്. ഇപ്പോൾ റിങ്കറ്റ് എത്രയാണെന്നുള്ളത് നോക്കി അത് ഞാൻ നമ്മുടെ ഇന്ത്യൻ റുപ്പീസിലേക്ക് കൺവേർട്ട് ചെയ്യും. എന്നിട്ട് നമുക്ക് ഇത്തിരിയെങ്കിലും അഫോർഡബിൾ ആണെങ്കിൽ മേടിക്കാം എന്നുള്ള രീതിയിൽ നോക്കി. കുറച്ചധികം ഷീറ്റ് മാസ്ക് മേടിച്ചു കേട്ടോ, നമ്മൾ ഫ്രണ്ട്സിനൊക്കെ കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ പിന്നെ ഈ മോള് ഭയങ്കര അടിപൊളി മോളാണ് വെച്ചാൽ ഇതിൽ ഇവിടെ ഇങ്ങനെ കുറേ വലിയ വലിയ ബ്രാൻഡ്സ് ഇല്ലേ, അതൊക്കെ ഉണ്ട്. ഗൂച്ചി ഉണ്ട്, ഫെൻഡി ഉണ്ട്, അങ്ങനെ കുറേ ഉണ്ട്. എനിക്ക് ആകെ പരിചിതമായിട്ടുള്ള മുഖം ഇത് മാത്രമാണ് കേട്ടോ, ആളുടെ മാത്രമാണ്. നമുക്ക് ഓർമ്മയുണ്ടോ ട്രെയിൻ ടു ബുസാൻ സിനിമയിലത്തെ ആളുടെ? ട്രെയിൻ ടു ബുസാൻ സിനിമയിൽ ഒരു കുഞ്ഞു കുട്ടീനെ, അത് ആ കുട്ടിയുടെ അച്ഛനായിട്ട് അഭിനയിക്കുന്നത്. ട്രെയിൻ ടു ബുസാൻ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കണം കേട്ടോ. പിന്നെ ഞാൻ ലിപ്സ്റ്റിക്ക് 1-2 ട്രൈ ചെയ്ത് നോക്കി, പക്ഷെ എനിക്കങ്ങനെ പറ്റിയത് അത് കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ മേടിച്ചില്ല. പിന്നെ ഗൂച്ചി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ജസ്റ്റ് ഞാൻ നോക്കിയിട്ട് വന്നു അകത്ത് കയറിയിട്ട്. നമുക്കിങ്ങനെ ഇത്രയും എക്സ്പെൻസീവ് സംഗതികളൊക്കെ ആകുമ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ചെറുതായിട്ട് കോംപ്ലക്സ് അടിച്ചുവിടും. ഞാൻ ഇങ്ങനെ വിചാരിക്കായിരുന്നു, അയ്യോ നമ്മളൊക്കെ കയറിയത് അങ്ങനെ എനിക്ക് എന്നോട് തന്നെ ഭയങ്കര എന്തോ പോലെ തോന്നി. അങ്ങനെ വിചാരിക്കാൻ പാടില്ലല്ലോ. അതിനിപ്പോൾ എന്താ, നമുക്ക് അകത്ത് കയറി നോക്കണോണ്ട്. പക്ഷെ ഭയങ്കര എക്സ്പെൻസീവ്. ഈ വാച്ചിന് എന്തോ 5 ലക്ഷമോ 10 ലക്ഷമോ അങ്ങനെ തോന്നുന്നു. അല്ല, ഉണ്ണി പറയണ്ടായിരുന്നു ഭയങ്കര അതിലും കൂടുതലാന്നുള്ളത്. പിന്നെ ഞങ്ങൾ സാറയിൽ വന്നു കേട്ടോ. സാറ പിന്നെയും കുഴപ്പമുണ്ടായിരുന്നില്ല, നോക്കി. പക്ഷെ എനിക്കൊന്നും പറ്റിയതൊന്നും കിട്ടിയതുമില്ല. നല്ല എക്സ്പെൻസീവ് ആയിരുന്നു. ഷാനൽ ഉണ്ടായിരുന്നു, അതൊക്കെ നോക്കി. പിന്നെ കുറച്ച് ഇങ്ങനത്തെ ഭയങ്കര കളർഫുൾ ഷോപ്പുകളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ജസ്റ്റ് ഇങ്ങനെ നോക്കിയതാണെന്ന് മാത്രം. മോൾസ് ഇഷ്ടം പോലെയാണ്. നമുക്ക് ഇങ്ങനെ ലൈക്ക് ഇങ്ങനെ നടന്നാൽ നമുക്ക് ഒരു ദിവസം നടക്കാനുള്ളതുണ്ട്. പിന്നെ ഞാൻ ചീക്കോ വന്നു കേട്ടോ. ചീക്കോയിൽ ഇത് നമ്മുടെ ലുലു മോളിലും ഉണ്ട് ഈ ബ്രാൻഡ്. ഭയങ്കര നല്ലതാണ് കുട്ടികൾക്ക്. ഇങ്ങനെ എക്സ്പെൻസീവ് ആണ്, പക്ഷെ ഭയങ്കര സൂപ്പർവാണ്, ഹൈ ക്വാളിറ്റി സാധനമാണ്. ഞാൻ കണ്ണന് വേണ്ടിയിട്ട് ഞങ്ങളുടെ വീട്ടിലൊരു കുഞ്ഞു വാവയുണ്ട്, അവന് വേണ്ടിയിട്ട് അത് മേടിച്ചു. തിരിച്ചു വരുമ്പോൾ ഒരു ഷവർമ്മ, ഭയങ്കര പുളിയാണ് ഷവർമ്മയ്ക്ക്. പിന്നെ ഒരു സാലഡും കഴിച്ചു കേട്ടോ. അങ്ങനെ നമ്മൾ റൂമിലെത്തി. പിന്നെ ഞാൻ 12 മണിയായപ്പോൾ നോക്കിയപ്പോൾ ഉണ്ട് പടക്കം പൊട്ടണം. അപ്പോൾ ഇത് ഭയങ്കര രസമായിട്ട് തോന്നിയിട്ട്, എന്താണോ കാരണം എന്താണെന്നറിയില്ല, പക്ഷെ രസമുണ്ടായിരുന്നു കാണാനായിട്ട്. കുറച്ച് നേരം ഒരു 1 മിനിറ്റ് അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു നല്ല ഭംഗിയുണ്ടായിരുന്നു. നമുക്കിനി നാളെ കാണാം.